നമ്മുടെ വീട്ടിലെ പട്ടിണി, ദാരിദ്ര്യം, നമ്മുടെ പാപം, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ തുടർച്ചയായി നമ്മളെ അലട്ടുമ്പോൾ അതിനൊരു കാരണമുണ്ട്. ഇതൊക്കെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആദ്യത്തെ പടിയാണ്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇരുട്ട് മാത്രമേ ഉള്ളൂ. നാളെ എങ്ങനെയാകും എന്ന ഭയം നമുക്കുണ്ടോ? ഇനി ഒരു നിമിഷം ശ്രദ്ധിക്കും. നമ്മുടെ മനസ്സ് പലതും ഊഹിക്കാൻ തുടങ്ങും. അങ്ങനെ കര കയറാനാവാത്ത കയത്തിലാണെന്ന് കാണിക്കും. പുരോഗതിയുടെ വഴികൾ കാണാതാകും. ഒരു നന്മയില്ലെന്ന് തോന്നിപ്പിക്കും. ഹൃദയം അവിശ്വാസത്താൽ മൂടും. അപ്പോൾ ദൈവത്തിൻ്റെ കരത്തിലുള്ള നമ്മുടെ പിടി നഷ്ടപ്പെട്ടു പോകും. ദൈവം അവൻ്റെ പ്രവൃത്തി നമ്മളിൽ നിന്ന് ഉപേക്ഷിച്ചു എന്ന് തോന്നിപ്പിക്കും. പിന്നെ നമ്മൾ സ്വയം പഴിക്കും. ഒപ്പമുള്ളവരെ കുറ്റപ്പെടുത്തും. സാഹചര്യത്തെ പഴിക്കും. ജീവിതം നഷ്ടമാകും. സമാധാനമില്ലാതാകും. സന്തോഷം ഇല്ലാതാകും. ദൈവമക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ പരാജയങ്ങൾക്കും കാരണം അവരുടെ അവിശ്വാസമാണെന്ന് പെൻ ഓഫ് ഇൻസ്പിറേഷൻ പറയുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത് ഓർക്കുക. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ നാം ജീവിക്കുന്നത്. വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാക്കുവാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കണം. ഓരോ നിമിഷവും, ഓരോ ദിവസവും സന്തോഷകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. റോമർ 14:1 വിശ്വാസം കുറവുള്ള ഒരാൾ നമുക്കൊപ്പമുണ്ടെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരെ അംഗീകരിക്കണം. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ വിധിക്കരുത്. നമ്മുടെ ജീവിതം വിശ്വാസത്താൽ സന്തോഷകരമാകട്ടെ. ബന്ധങ്ങൾ സ്നേഹാർദ്രമാകട്ടെ. എല്ലാവർക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അവിടെയായി കാത്തു പരിപാലിക്കട്ടെ. ആമേൻ. കൂടുതൽ നല്ല സന്ദേശങ്ങൾക്ക് ബിനോയ് ജേക്കബ് എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും കൗൺസിലിങ്ങിനുമായി ഈ നമ്പറിൽ തന്നെ സന്ദേശങ്ങൾ അയക്കുകയോ ബിനോയ് ജേക്കബ് എന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലും പിന്തുടരുക. 9579119430 എന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ആമേൻ.